ഒരു ഉത്തരങ്ങളിൽ നമുക്ക് അങ്ങനെ അമ്മയുടെ ഒരു നിലപാടിൽ പൂർണ്ണമായും തൃപ്തി പറയാൻ പറ്റുമോ ആജ്ഞ, നേരിട്ട് കേട്ട ആളെന്ന നിലയിൽ? ആദ്യം താങ്ക് യു രഞ്ജിത്ത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പൊ അമ്മയുടെ നേരിട്ട് കേട്ട മാധ്യമപ്രവർത്തക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു പോയ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു കേരളത്തിലെ തന്നെ അതിവിവാദമായ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ സിനിമാ മേഖലയിലെ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും വിവേചനങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അതും നടിയെ ആക്രമിച്ച കേസിന് ശേഷമാണ് ഇത്തരത്തിലൊരു രീതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മോഡൽ കേരളത്തിൽ ഉണ്ടാകണം, കേരളത്തിലെ സിനിമാ പ്രവർത്തകരുടെ വനിതാ സിനിമാ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കണമെന്നൊരു ധാരണയുണ്ടായതും അങ്ങനെയാണ് WCC ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കുന്നതും അത് സർക്കാരിന്റെ മുന്നിൽ എത്തുകയും ഹേമ കമ്മിറ്റി രൂപീകൃതമാവുകയും ചെയ്തു. നടി ശാരദ, മുൻ IAS ഓഫീസർ പി വത്സല, അതുപോലെ തന്നെ ജസ്റ്റിസ് ഹേമ തുടങ്ങിയ ആളുകൾ ചേർന്നിട്ട് ഈ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം ഇതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. 5 വർഷം മുൻപ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒരേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഹൈലി കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ഒരു പക്ഷെ നമുക്ക് സിനിമയെ പറ്റി, സിനിമാ മേഖലയെ പറ്റി, എല്ലാ മേഖലയും പറ്റി ഇത്തരത്തിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ തൊഴിൽ വേണമെങ്കിൽ ശരീരം നൽകണമെന്ന ഒരു സാഹചര്യം സിനിമയിലുണ്ട് എന്ന് കേട്ടുകേഴ്വിയുണ്ടെങ്കിൽ പോലും അത് വ്യക്തമാക്കുന്നതല്ല, അത് അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും മൊഴികളുമാണ് അതിനുള്ളടക്കമുണ്ടായിരുന്നത്. മൊഴി നൽകിയ ആളുകളെ അങ്ങേയറ്റം ബാധിക്കുന്ന തരത്തിലേക്ക് ആ ഒരു സാഹചര്യം ഒരു പക്ഷെ നയിച്ചേക്കാം. അതുകൊണ്ട് അവരുടെ കരിയറിനോ അല്ലെങ്കിൽ ജീവനോ ഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് അത് നയിച്ചേക്കാം എന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ ഇങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത്. ഹൈലി കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്ന്. പക്ഷെ പിന്നീടുള്ള കഥകളൊക്കെ നമുക്കറിയാം. വിവരാവകാശം വഴി അത് റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ആരായാലും വിവരാവകാശ കമ്മീഷൻ ഇടപെടുന്നു. അതെ, അതാണ് ഒരുപാട് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് ഇന്നലെ നമുക്ക് പൊതുവെ ഒരു വിലയിരുത്തൽ അമ്മയുടെ മറുപടി ഒന്നും തൃപ്തികരമായിരുന്നില്ല അല്ലെ? ഈ നേരത്തെ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഇത്രയും അധികം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അമ്മയ്ക്കെതിരെ ഒന്ന് പറഞ്ഞങ്ങ് പോവുക, ഞങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം പരിഹരിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇത്രയും സമയം കിട്ടിയിട്ടും പഠിക്കാനുള്ള, അതായത് പഠിക്കട്ടെ, നോക്കട്ടെ, കാണട്ടെ എന്നുള്ള ഒരു മറുപടി ഒട്ടും തൃപ്തികരമല്ലാത്തത് തന്നെയാണ്. ഇത്രയും കാലം, ഈ ഒരു വലിയ കാലമാണ്, 4 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ സമയമല്ലല്ലോ. അപ്പോൾ ഇത്രയും സമയം കിട്ടിയിട്ടും ഇത് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഉള്ള ബേസിക് ആയിട്ടുള്ള മര്യാദ കാണിച്ചില്ല എന്നത് തീർച്ചയായും സംശയങ്ങൾ ഉന്നയിക്കുന്നതാണ്. അവരെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അവരുടെ അംഗങ്ങൾക്കെതിരെയാണ് റിപ്പോർട്ട് എന്നുള്ളതാണ് പ്രസക്തം.